നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മുടെ വയനാടിൻ്റെ നായകൻ രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനും പിന്നെ സ്വന്തം മണ്ഡലത്തിലുള്ളവരെയൊക്കെ ഒന്ന് കാണുന്നതിനും ഇത്തവണ ഞാൻ തന്നെയാണ് സ്ഥാനാർത്ഥി എന്ന് ആ വയനാട്ടുകാരെയൊക്കെ അറിയിക്കുന്നതിനായി എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി കൂടിയായ രാഹുൽ ഗാന്ധിയുടെ വരവ് കളറാകട്ടെ എന്ന് രാഹുൽജിയും കരുതിയിട്ടുണ്ടാവണം. അങ്ങനെ വയനാടിൻ്റെ റോഡിലൂടെ ഒരു ഷോ കാണിച്ചാണ് പ്രവർത്തകരെയും വോട്ടർമാരെയൊക്കെ അദ്ദേഹം കയ്യിലെടുത്തത്. പക്ഷേ കണ്ടു നിന്നവരെല്ലാവരും ഒരേ സ്വരത്തിൽ തന്നെ ചോദിച്ചു, രാഹുൽജി എവിടെ പതാക? നമ്മുടെ കോൺഗ്രസിൻ്റെ പതാകയുണ്ടല്ലോ, പിന്നെ നമ്മുടെ മുഖ്യ ഘടകകക്ഷിയായ ലീഗിനും ഒരു പതാകയുണ്ടല്ലോ, അതൊക്കെ ഇല്ലാതെ നമ്മൾ എങ്ങനെ റോഡ് ഷോ നടത്തും? ഞാൻ തന്നെയല്ലേ ഒരു ഷോ, പിന്നെന്തിനാ പതാക കൊണ്ടൊരു ഷോ എന്നായി രാഹുൽജി. പൊതുവെ മുസ്ലിം ലീഗിന് പ്രാധാന്യമുള്ള ഒരു മണ്ഡലമാണ് ഈ വയനാടെന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ രാഹുൽജി പ്രധാനമന്ത്രിയാകുമെന്ന് കരുതിയാണ് എല്ലാവരും കൂടി മൃഗീയ ഭൂരിപക്ഷത്തിൽ രാഹുൽജിയെ വിജയിപ്പിച്ച് ഡൽഹിക്ക് വിട്ടത്. പക്ഷേ പ്രധാനമന്ത്രിയാകാൻ ജി അത്ര പോരാ എന്നായിരുന്നു പൊതുവിലുണ്ടായ ഒരു വികാരം. അതുകൊണ്ട് പ്രധാനമന്ത്രി ആയില്ല. വയനാട്ടിൽ ഇനി ഭൂമി തലകുത്തനെ നിന്നാലും ശരി വരില്ലെന്ന് എന്തോ വാശി പോലെയായിരുന്നു രാഹുൽജിക്ക്. എന്നാലും ഇത്തവണ വീണ്ടും വരുമെന്ന് ഇവിടുത്തുകാർക്ക് നന്നായി അറിയാമായിരുന്നു. അതൊക്കെ പോട്ടെ, അതൊക്കെ രാഷ്ട്രീയം. കൊടി വിവാദമാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്നത്. നമ്മുടെ രാഹുൽജി കൊടി ഒഴിവാക്കിയതിന് പിന്നിൽ ചില കാര്യങ്ങളൊക്കെ ഇടതുപക്ഷക്കാർ ഇങ്ങനെ പറഞ്ഞ് പരത്തുന്നുണ്ട്. മുസ്ലിം ലീഗിൻ്റെ കൊടിക്ക് പൊതുവെ പച്ചനിറമാണെന്ന് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. പച്ചക്കൊടി അങ്ങ് ഡൽഹിയിലുള്ളവർക്ക് അത്ര പഥ്യമല്ല. നമ്മുടെ പ്രധാന ശത്രുരാജ്യമായ പാകിസ്ഥാൻ്റെ കൊടിയോട് ലീഗിൻ്റെ കൊടിക്ക് സാമ്യമുള്ളതുകൊണ്ട് അത് ഉപയോഗിക്കുന്നത് പലരുടെയും അപ്രീതിക്ക് കാരണമാകുമെന്ന് രാഹുൽജിക്ക് തോന്നിയതുകൊണ്ടാകാം അതങ്ങ് ഒഴിവാക്കിയതെന്ന് ചിലർ പറഞ്ഞു വരുത്തുന്നുണ്ട്. മുൻപ് യൂത്ത് ലീഗിലടക്കം ഉണ്ടായിരുന്ന ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ MLA ആയ KT ജലീൽ ശക്തമായ ഒരു വിമർശനവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇത്തരത്തിലുള്ള വിമർശനം നടത്തിയിരിക്കുന്നത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: 4 ആൾ കൂടുമ്പോൾ ഉയർത്താൻ പറ്റാത്ത ഒരു പച്ച പതാക മാറ്റുന്നതിനെക്കുറിച്ച് ലീഗ് ആലോചിക്കണമെന്നാണ് KT ജലീൽ ഇങ്ങനെ പറയുന്നത്. ലീഗ് പച്ച പതാക മാറ്റുമോ എന്ന തലവാചകത്തോടെയാണ് ജലീലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത്. രാഹുൽജി വരുമ്പോൾ ഉയർത്താൻ പറ്റാത്ത പതാകയാണ് ലീഗിൻ്റെ പച്ച പതാകയെങ്കിൽ അടിയന്തിരമായി ലീഗ് കൊടിയുടെ നിറം മാറ്റുന്നതിനെക്കുറിച്ച് ആലോചിക്കണം. ഇതേ മില്ലത്തിനും സീതി സാഹിബിനും ബാഫഖി തങ്ങൾക്കും പറ്റിയ തെറ്റ്, ആ തെറ്റ് ഇൻവെർട്ടർ കോമയിലാണേ, തെറ്റ് ഞങ്ങൾ തിരുത്തുന്നു എന്ന് പ്രഖ്യാപിക്കണം. അതിനായി മുസ്ലിം ലീഗിൻ്റെ ഭരണഘടന ഭേദഗതി ചെയ്യണം. 5 പതിറ്റാണ്ടിലധികമായി ലീഗിൻ്റെ സഖ്യകക്ഷിയായ കോൺഗ്രസിന് പോലും അലർജിയാണ് അർദ്ധനക്ഷത്രാങ്കിത ഹരിത പതാകയെങ്കിൽ പിന്നെ ആർക്കാണ് ആ പതാക ദഹിക്കുക? സംഘപരിവാറിൻ്റെ മറ്റൊരു പതിപ്പായി കോൺഗ്രസും മാറുകയാണെന്നല്ലേ അതിൻ്റെ അർത്ഥം? പിന്നീട് ജലീൽ പഴയ കാലത്തെ ഒരു ചരിത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അതായത് ലീഗ് കോൺഗ്രസിലേക്ക് വരുന്ന ആ കാലഘട്ടത്തിലുള്ള. അപ്പോൾ ലീഗിൻ്റെ പേരും പതാകയുമാണ് 1947 മുതൽ 67 വരെ മുസ്ലിം ലീഗിനെ അംഗീകൃത ഘടകകക്ഷിയാക്കാൻ കോൺഗ്രസിന് തടസ്സമായത്. പച്ചക്കൊടിയോടുള്ള ഐത്തം കോൺഗ്രസ് നേതാക്കൾക്ക് മാറിയത് 1967 ചെങ്കൊടിയുടെ കൂടെ പച്ച പതാക കൂട്ടിക്കെട്ടിയതോടെയാണ്. സംഘപരിവാറിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഹരിത പതാക ഉയർത്താൻ ഭയപ്പെടുന്ന ലീഗ് ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുകയാണ്. കോൺഗ്രസിന്റെ പതാകയും ഉയർത്തിയില്ലല്ലോ എന്ന് മേനി പറയുന്നവർ മൂവർണ്ണ ബലൂണുകളും തൊപ്പിയും ജാഥയിൽ നിർലോഭമുണ്ടായതിനെക്കുറിച്ച് എന്താണ് ഒരക്ഷരം ഉരിയാടാത്തത്? കൊടി പോകട്ടെ, ലീഗ് പ്രവർത്തകർക്ക് പച്ച തൊപ്പിയെങ്കിലും ധരിക്കാൻ അവകാശം നൽകിക്കൂടായിരുന്നോ? പച്ചക്കൊടിയോട് രാഹുൽ ഗാന്ധിക്ക് ഇത്ര അലർജിയാണെങ്കിൽ പച്ചക്കൊടി ആരും പിടിക്കാത്ത കർണാടകയിലോ ആന്ധ്രയിലോ UPയിലോ അദ്ദേഹത്തിന് മത്സരിക്കാമായിരുന്നില്ലേ? വയനാടിന് പ്രകൃതി കനിഞ്ഞെറിയ നിറമാണ് പച്ച. ആ പച്ച തന്നെയല്ലേ ലീഗിൻ്റെ കൊടിയുടെ നിറത്തിലെ പച്ചയും? ഇങ്ങനെയൊക്കെയാണ് ജലീലിൻ്റെ പ്രതികരണം വരുന്നത്. അദ്ദേഹം സമൂലം വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ സംഭവത്തെ നല്ല നിശിതമായി തന്നെ വിമർശിക്കുന്നുണ്ട്. കാര്യം എന്തൊക്കെ പറഞ്ഞാലും വിമർശനം ഇക്കാലത്തൊരു പതിവ് സംഭവമാണല്ലോ. അത് പക്ഷേ ഇത്തിരി കടത്തിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ് സ്വന്തം പതാകയെ പോലും ഉയർത്തിപ്പിടിക്കാൻ കഴിയാത്ത പാർട്ടിയാണെന്നാണ് പിണറായി വിജയൻ ഉയർത്തിയ പ്രധാന ആക്ഷേപം. BJPയെ ഭയന്ന് കോൺഗ്രസ് പതാക ഒളിപ്പിച്ചു എന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ത്രിവർണ്ണ പതാക ഉപേക്ഷിക്കണമെന്ന സംഘപരിവാർ ആവശ്യത്തിന് കോൺഗ്രസ് വഴങ്ങുകയാണോ എന്ന് അദ്ദേഹം ഒരു ചോദ്യം ഉയർത്തിയിട്ടുണ്ട്. ലീഗിനെ വേണം, പക്ഷേ പതാക വേണ്ട എന്നാണ് കോൺഗ്രസ് നിലപാടെന്നും അദ്ദേഹം പരിഹസിച്ചു. ശരിയാണ്, ലീഗിൻ്റെ വോട്ടിൻ്റെ ബലത്തിലാണ് വയനാട്ടിൽ നിന്നും രാഹുൽ ഗാന്ധി വിജയിച്ചതെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഏതൊരു രാഷ്ട്ര നേതാവിനും ആവശ്യം വേണ്ടത് ധൈര്യമാണ്. അത്തരത്തിലൊരു ധൈര്യമാണ് രാഹുൽജിക്ക് ഇല്ലാതെ പോയതെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്.
ഓരോ സംസ്ഥാനത്തിൻ്റെയും മതാധിഷ്ഠിത സാഹചര്യങ്ങൾ മനസ്സിലാക്കി രാഹുൽജി വേഷം കെട്ടിയത് നമ്മളൊക്കെ കണ്ടതാണ്. മുനിയായും വിശ്വാസിയായും വേഷം കെട്ടി, അതോടൊപ്പം തലപ്പാവും രുദ്രാക്ഷമാലകളും ഒക്കെ അങ്ങനെയൊക്കെ അണിഞ്ഞു നിന്ന രാഹുൽജിയുടെ ഫോട്ടോകളും വീഡിയോകളും ഒക്കെ ഇന്ത്യ മുഴുവൻ വൈറലായതുമാണ്. അപ്പോൾ ഇങ്ങനെയെല്ലാം വേഷം കെട്ടിക്കൊണ്ട് ഹിന്ദുത്വ വോട്ടുകൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തുമ്പോൾ സ്വന്തം മണ്ഡലത്തിൽ എന്തിനാണ് ലീഗിൻ്റെ ചിഹ്നങ്ങൾ രാഹുൽജി ഒഴിവാക്കിയതെന്ന് എത്ര ആലോചിച്ചിട്ടും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. പിന്നെ എന്ത് ബലത്തിലാണ് കോൺഗ്രസ് സ്വയം മതേതരത്വം എന്ന് കൊട്ടിഘോഷിക്കുന്നതെന്നും ചിലർ ചോദിച്ചാൽ അതിനും ഒരു ഉത്തരം നമുക്ക് പറയാനുണ്ടാവില്ല.